ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ശ്രീദേവി മഹിയോട് ചോദിക്കുന്നുണ്ട്, ഇത് ആര് വരച്ച ഡിസൈൻ ആണെന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട്, ഇത് കൺമണി വരച്ചതാണ്, ഒരാവശ്യം വന്നപ്പോൾ എടുത്തു നോക്കിയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട്, ഞാൻ കൂടി അതൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മഹിയുടെ പിന്നാലെ പോയി നിന്നുകൊണ്ട് മഹിയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് പറയുകയാണ്, നല്ല ഡിസൈൻ ആണല്ലോ ഇത്, കൺമണി എന്തായാലും ഇത് അടിപൊളിയായി ചെയ്തിട്ടുണ്ടെന്ന് ശ്രീദേവി പറയുകയാണ്. മഹിയാണെങ്കിൽ ശ്രീദേവി തന്റെ തോളിൽ കൈവച്ചിരിക്കുന്നത് കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. ശ്രീദേവി അപ്പോഴാണ് പെട്ടെന്ന് മഹിയുടെ തോളത്തേക്ക് നോക്കുന്നത്. എന്നിട്ട് വേഗം സോറി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീദേവി കൈയെടുക്കുന്നുണ്ട്. ശ്രീദേവി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മഹിയെ വശത്താക്കി കൃഷ്ണന്റെയും കൺമണിയുടെയും വിവരങ്ങൾ അറിയാനായിട്ടാണ്. ശേഷം ശ്രീദേവി മഹിയോട്, സോറി സാർ, ഞാൻ കൺമണിയുടെ ഡിസൈൻ കണ്ടിട്ട് എനിക്ക് ശ്രദ്ധ കൊടുത്തു. സത്യം പറഞ്ഞാൽ കൺമണിയുടെ അടുത്ത് ഞാൻ കുറച്ച് ഡൗട്ടുകൾ ചോദിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൺമണി ഇവിടെ ഇല്ലെന്നറിഞ്ഞത്. ഈ പ്രൊജക്ട് എന്തായാലും കൺമണി അടിപൊളിയായി ഗംഭീരമായിട്ട് തന്നെ ചെയ്യും, ഞാൻ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കൺമണിയെ മനോളം പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീദേവി. കൺമണിയെ പുകഴ്ത്തി കൃഷും കൺമണിയും എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയാണ് മഹിയോട് ശ്രീദേവി ഇങ്ങനെയെല്ലാം പറയുന്നത്. ദേവി വീണ്ടും മഹിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി ഏതെങ്കിലും ഒറ്റപ്പെട്ട സ്ഥലത്ത് വെച്ചായിരിക്കും ഈ പ്രൊജക്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ സാർ? ഞാൻ സാധാരണ പ്രൊജക്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഗോവയിലേക്ക് പോവാറാണ് പതിവ്, കൺമണി എവിടെയാണ് സാർ വരയ്ക്കുന്നതെന്ന് ശ്രീദേവി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആകെ പരിങ്ങാണ് മഹി. കണ്ട് ശ്രീദേവി പറയുന്നുണ്ട്, ഓക്കെ സാറ് പറയണമെന്നില്ല, കോൺഫിഡൻഷ്യൽ ആയിരിക്കുമല്ലേ, ജസ്റ്റ് ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട്. വീണ്ടും ശ്രീദേവി പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് എനിക്കും ആ സ്ഥലം തിരഞ്ഞെടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് സാറിനോട് ചോദിച്ചത്, സാറിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ ഞാൻ ആ ചോദ്യം പിൻവലിച്ചു എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, ശ്രീദേവിയോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരു പൊന്നുമേട്ടിലാണ്, കൺമണിയും പൊന്നുമേട്ടിലാണ് എന്ന് മഹി പറയുമ്പോ ശ്രീദേവി പറയുന്നുണ്ട്, ആ പൊന്നുമേട് എനിക്കറിയാം, നല്ല സ്ഥലമാണ്, ഇവിടെ ആരുടെങ്കിലും വീട്ടിലാണോ സാർ അവര് താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഇത് പറയണമെന്നറിയാതെ മഹി പതറുന്നുണ്ട്. ശ്രീദേവി പറയുന്നുണ്ട്, ഓക്കെ സാറ് പറയണമെന്നില്ല, ഞാൻ പ്രൊജക്ടിനെ കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ് എന്ന് ശ്രീദേവി പറയുമ്പോൾ മഹി പറയുന്നുണ്ട്, അവരൊരു കേണലിന്റെ വീട്ടിലാണ്, ദേവ്ജിയുടെ ഒരു ഫ്രണ്ടാണ് ഈ കേണൽ. ദേവി, നീ ഈ കാര്യം ആരോടും പറയരുത്, എനിക്കും ദേവ്ജിക്കും അല്ലാതെ ഇത് ആർക്കും അറിയില്ല എന്ന് മഹി പറയുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട്, ഇപ്പോഴും അത് ആർക്കും അറിയില്ല സാർ, ഞാൻ ആരോടും പറയില്ല, ഞാൻ അത് ഇപ്പോ തന്നെ ഇവിടെ വെച്ച് എന്റെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. പിന്നെ സാർ, എനിക്കും വർക്കൗട്ട് ചെയ്യണം, ജിമ്മിൽ ചേർക്കാം, റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്തായി? സാറിന്റെ കൂടെ എനിക്കും വർക്കൗട്ട് ചെയ്യണമെന്ന് ശ്രീദേവി മഹിയോട് സോപ്പിടുന്ന സമയത്ത് മഹി പറയുന്നുണ്ട്, ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇവിടെ ജോയിൻ ചെയ്യാമെന്ന് പറയാണ്. പിന്നീട് ശ്രീദേവി താങ്ക് യു സാർ എന്ന് പറഞ്ഞു പോവാൻ നിൽക്കുമ്പോൾ മഹി ശ്രീദേവിയോട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശ്രീദേവി പോവുകയാണ്. ഇവിടെ മഹിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളെല്ലാം ശ്രീദേവി മാനസിയെ വിളിച്ചറിയിക്കുന്നുണ്ട്. ശ്രീദേവി മാനസിയോട് പറയുന്നുണ്ട്, അതേ മേഡം, മോഹന്റെ പ്രൊജക്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃഷും കൺമണിയും പൊന്നുമേട്ടിലേക്ക് പോയിരിക്കുന്നത്. ശ്രീദേവി പറയുമ്പോൾ മാനസ ആകെ ഷോക്കായിക്കൊണ്ട് ശ്രീദേവിയോട് ചോദിക്കുന്നുണ്ട്, ഈ പറയുന്നത് സത്യം തന്നെയാണോ? അവര് പൊന്നുമേട്ടിൽ ആ കേണലിന്റെ വീട്ടില് ഒരുമിച്ച് തന്നെയാണോ താമസം, അതോ ഇനി ആ മഹി നിന്നെ പറ്റിച്ചതാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീദേവി പറയുന്നുണ്ട്, അല്ല മേഡം, ഞാനാണ് മഹിയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്, കൃഷ്ണന്റെയും കൺമണിയുടെയും എല്ലാ വിവരങ്ങളും ഞാൻ മഹിയിൽ നിന്നും ചോർത്തിയെടുക്കും, എല്ലാ വിവരങ്ങളും ഞാൻ അപ്പപ്പ തന്നെ മേഡത്തിന് കൈമാറും, മേഡം പറഞ്ഞു തന്ന ബുദ്ധിയാണ് ഞാൻ പ്രയോഗിക്കുന്നത്. ഹിബാൽ ശ്രീദേവിയിൽ വീണു തുടങ്ങി. പിന്നെ ഒരു കാര്യം മേഡം, കൺമണി ഈ പ്രൊജക്ട് പൂർത്തിയാക്കരുത്, സാറിനെ അവൾക്ക് കിട്ടും ചെയ്യരുത്, എന്റെ ബുദ്ധി ഉപയോഗിച്ചോ, മാഡം ഇനി മാഡത്തിന്റെ ബുദ്ധി ഉപയോഗിക്കണം എന്ന് ശ്രീദേവി പറയുമ്പോൾ മനസ്സ് പറയുന്നുണ്ട്, ശരി നീ ഫോൺ വെക്കേ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം മനസ്സ് അവിടെ വിഷമിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആന്റിയമ്മ വരുന്നത്. എന്താ മോളെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മനസ്സ് പറയുന്നുണ്ട്, ആ കൃഷും കൺമണിയും അങ്ങ് സുഖിക്കുകയാണ്, അവരൊരു കേണലിന്റെ വീട്ടിലാണ് പൊന്നുമേട്ടിൽ, അവരവിടെ ഒരുമിച്ചാണ് താമസിക്കുന്നത്, പ്രൊജക്ട് ഡിസൈൻ ചെയ്യാൻ പോയതാണെന്നൊക്കെ വെറുതെ പറയുന്നതാണ്, അതെല്ലാം ഒരു പുകമറിയാണ്, ഞാൻ എന്തായാലും ഇതെല്ലാം ആന്റിയോട് പറയാൻ പോവാണെന്ന് പറയുമ്പോൾ ആന്റിമ്മ മാനസിയെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നീ ഇപ്പോൾ അവളോടൊന്നും പറയരുത്, ആ കാര്യത്തിന് നീ ഇങ്ങനെ അവളെ വലിച്ചിട്ട് കഴിഞ്ഞാൽ അവൾക്ക് തന്നെ തോന്നും ഇതൊരു തലവേദനയാണെന്ന്, ബുദ്ധിപൂർവമായിട്ട് നീയാണ് ഇത് പരിഹരിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ടല്ല, ഇനി നീ അവിടെ പോയിട്ട് വേണം കാര്യങ്ങൾ നീക്കാൻ, ഇത്രയും പെട്ടെന്ന് തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് നീ പൊന്നുമേട്ടിലേക്ക് പോവണം, ഈ ആ വീട്ടിലേക്ക് ചെല്ല്, എന്നിട്ട് കൃഷിന്റെ റൂമിലേക്ക്
വീട്ടിലേക്ക് അങ്ങോട്ട് ഇടിച്ചു കയറി താമസിക്കേ എന്ന് ആന്റിയമ്മ പറയുമ്പോ മാനസ ചോദിക്കുന്നുണ്ട്, ഞാൻ വലിഞ്ഞു കയറി പോവണമെന്നാണോ ആന്റിയമ്മ ഈ പറയുന്നത് എന്ന് ചോദിക്കുമ്പോ ആന്റിയമ്മ പറയുന്നുണ്ട്, വലിഞ്ഞു കയറി പോവാനല്ല ഞാൻ പറഞ്ഞത്, ഈ എല്ലാ അധികാരത്തോടെയും അവകാശത്തോടെയും അങ്ങോട്ടേക്ക് പോകുന്നത്. ഇപ്പൊ അധികമൊന്നും ചിന്തിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ പോവാൻ നോക്ക്, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് ആന്റിയമ്മ മാനസയോട് പറയുകയാണ്. പിന്നീട് കൃഷി കേണൽ സാറിനെ വന്ന് കാണുന്നുണ്ട്. സാറിനോട് ചോദിക്കുന്നുണ്ട്, സാർ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞല്ലോ, എന്താണെന്ന് ചോദിക്കുമ്പോ കേണൽ സാറ് കൃഷിനോട് ചോദിക്കുന്നുണ്ട്, താൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ജീവിതം പഠിക്കാൻ അല്ലേ? കൺമണി വന്നത് പ്രൊജക്ട് ഡിസൈൻ ചെയ്യാനും. പക്ഷെ ഇപ്പോൾ ഇവിടെ എല്ലാം തിരിച്ചാണ് നടക്കുന്നത്. കൺമണി ജീവിതം പഠിക്കുന്നു, താൻ കൺമണിയെ ചുറ്റിപ്പറ്റി നടക്കുന്നു, അവളെയൊട്ട് ഡിസൈൻ ചെയ്യാൻ സമ്മതിക്കുന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിന്നെ കൊണ്ട് സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തൊഴിലാളികളെ തനിക്ക് സ്വാധീനിക്കാൻ പറ്റിയില്ല. താൻ തൊഴിലാളികളുടെ പ്രശ്നം പരിഹരിക്കാൻ ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യുന്നില്ല. എനിക്ക് പ്രണയമാണ് മെയിൻ. എന്തായാലും തന്റെ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എന്ന് കേണൽ സാറ് പറയുന്ന സമയത്ത് കൃഷി പറയുന്നുണ്ട്, മുമ്പ് സാർ ഇങ്ങനെയൊക്കെ എന്നെ കളിയാക്കിയും ഇൻസൾട്ട് ചെയ്തപ്പോഴും എനിക്ക് ഇല്ലാതെ വിഷമമായി, ഞാൻ തളർന്നിരുന്നു. പക്ഷേ ഞാനിനി തളരില്ല, ഞാൻ ഫാക്ടറി തുറക്കാൻ ശ്രമിക്കുമെന്ന് പറയുമ്പോൾ കേണൽ സാറ് പറയുന്നുണ്ട്, താനിപ്പോ ഒരു കാര്യം ചെയ്യ്, ഓട്ടത്തിൽ പണിക്കാരുണ്ട്, അവർക്ക് കൊണ്ടുപോയിട്ട് ഈ ശമ്പളം കൊടുക്കണം. ഇവിടെ മാനേജർ ശ്രീനിവാസനുണ്ട്, അയാളെ ഏൽപ്പിച്ചാൽ മതി, അതെങ്കിലും നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൃഷിന്റെ കയ്യിലേക്ക് ഒരു പെട്ടി കൊടുക്കുകയാണ് കൃഷി. എന്നിട്ട് അതും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. കേണൽ സാറിനാണെങ്കിൽ കൃഷി ഫാക്ടറി തുറക്കുമെന്നും എന്റെ മനസ്സ് മാറിയിട്ടുണ്ടെന്നും അറിഞ്ഞ് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇവിടെ കൺമണി അങ്ങോട്ട് വരുന്ന സമയത്ത് കൃഷി കൺമണിയെ കാണുന്നുണ്ട്. കൺമണിയോട് ചോദിക്കുന്നുണ്ട്, കൺമണി ഡിസൈൻ എന്തായി ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ഒന്ന് സ്കെച്ച് ചെയ്യുന്നുണ്ട്, അവസാന സ്റ്റേജിൽ മാത്രമാണ് ഞാൻ ഡിസൈൻ ചെയ്യുള്ളൂ എന്ന് പറയുന്ന സമയത്ത് കൃഷി പറയുന്നുണ്ട്, കൺമണി എന്തായാലും എനിക്ക് നീ ഒരു കമ്പനി തരുമോ? ഇപ്പോ തോട്ടത്തിൽ ക്യാഷ് കൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം, താൻ കൂടി എന്റെ കൂടെ വരുമോ? കേണൽ സാർ ഏൽപ്പിച്ചതാണ് എന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട, കേണൽ സാറ് അറിഞ്ഞാൽ ചീത്ത പറയുമെന്ന് പറയുമ്പോൾ കൃഷി കൺമണിയോട് പറയുന്നുണ്ട്, താനിപ്പോ വന്നില്ലെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൺമണിയെ ഉമ്മ വെക്കാനായി പോവാണ്. കൺമണി അപ്പൊ പറയുന്നുണ്ട്, സാർ എന്താ ഈ ചെയ്യണ? കേണൽ സാർ കാണുമെന്ന് പറയുമ്പോ കൃഷി പറയുന്നുണ്ട്, ആ ഡ്രാക്കുലക്ക് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണൂല, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം, അല്ല ഇവിടെ തനിക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് കൃഷി പറയും. കൺമണി പറയുന്നുണ്ട്, ദേ ഒറ്റ ഇടി വെച്ച് തന്നാലുണ്ടല്ലോ, താടിക്കാരനെ കൊണ്ട് ഞാൻ തോറ്റു എന്ന് പറഞ്ഞുകൊണ്ട് കൺമണി കൃഷിന്റെ താടി പിടിച്ചു വലിച്ചുകൊണ്ട്, വാ ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് കൃഷിന്റെ കൂടെ പോവുകയാണ്. കൃഷിന്റെയും കൺമണിയുടെയും പ്രണയം കണ്ട് കേണൽ സാർ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം കൃഷിയും കൺമണിയും തോട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കൺമണി പറയുന്നുണ്ട്, സാർ ആരെങ്കിലുമൊക്കെ കാണും എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എല്ലാവരും കാണട്ടെ, പ്രകൃതി പോലും ഇപ്പൊ നമ്മളുടെ പ്രണയത്തിന് സപ്പോർട്ടാണെന്ന് പറയുമ്പോൾ കൺമണി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ആരാണ് പറഞ്ഞു തന്നത്? അപ്പൊ കൃഷി പറയുന്നുണ്ട്, കൺമണി തന്നെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനായി പഠിപ്പിച്ചു തന്നത്, കൺമണിക്ക് കൺമണിയുടെ വില അറിയില്ല എന്ന് പറയുന്ന സമയത്ത് കൺമണി ചോദിക്കുന്നുണ്ട്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചെയ്യാനുള്ള ചെറിയൊരു ആഗ്രഹമാണ്, എന്റെ വില എത്രയാണെന്ന് കൺമണി കൃഷിനോട് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, എന്റെ കവിളിലും കണ്ണിലും ഒക്കെ തട്ടി വരുന്ന കാറ്റുണ്ടല്ലോ, അതിന്റെ വില കോടികളാണ്, നടക്കുന്ന വഴികളിലെ മണൽത്തരികൾ അതിന്റെ വില കോടികളാണ്, ചിരിക്കുന്ന ചിരിയുടെ പ്രകാശത്തിന്റെ വില പോലും കോടികളാണ്, പിന്നെ നീ എത്ര വിലപ്പെട്ടതാണെന്ന് ഞാൻ പറയണ്ടല്ലോ, അത് വിലമതിക്കാനാവാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ചിരിക്കുന്ന സമയത്ത് കൺമണിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കൺമണി കൃഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. കൃഷിയും കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നീട് തോട്ടത്തിലേക്കുള്ള വഴിയെല്ലാം ചോദിച്ചുകൊണ്ട് അവര് സംസാരിച്ചുകൊണ്ട് അങ്ങനെ തോട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ ഒരു അമ്പലം കാണുന്നുണ്ട്. കൺമണിയപ്പോ കൃഷിനോട് പറയുന്നുണ്ട്, സാറ് പോയി ശമ്പളം കൊടുത്തിട്ട് വായോ, ഇവിടെ നിൽക്കാമെന്ന് പറയാണ്. ഇവിടെ കൺമണി ആ അമ്പലത്തിലേക്ക് കയറിപ്പോയി അവിടെ പോയി തൊഴുകുന്നുണ്ട്. അപ്പോൾ അവിടെ വാസുകിയെ കാണുന്നുണ്ട്. കൺമണി എന്നിട്ട് വാസുകിയോട് സംസാരിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രതിഷ്ഠ ഏതാണെന്ന് ചോദിക്കുമ്പോൾ വാസുകി പറയുന്നുണ്ട്, വനദുർഗയാണെന്ന്. അപ്പൊ കൺമണി ചോദിക്കുന്നുണ്ട്, ശക്തിയുള്ള ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ വാസുകി പറയുന്നുണ്ട്, അതെ, ഇവിടെ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നും നടക്കാറില്ല. ഫാക്ടറി തൊഴിലാളികൾക്ക് ഇപ്പൊ പണിയില്ല, ശമ്പളമില്ല, അവരിപ്പോ പട്ടിണിയിലാണ്, ഇവരുടെ പട്ടിണി മാറ്റണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്, പക്ഷെ അത് ദൈവം കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ടാകും വാസുകി, പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് കൺമണി പറയുന്ന സമയത്ത് വാസുകി ഒന്നും മിണ്ടാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നർത്ഥത്തിൽ കൺമണിയുടെ മുഖം ചുളിച്ചുകൊണ്ട് പോവുകയാണ്. ഇവിടെ കൺമണി വനദുർഗയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇവിടത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെല്ലാം കൃഷി സാറ് എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം, അതിലെ കൃഷി സാറിനെ
എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരണം, എല്ലാം നടക്കണേ എന്ന് കൺമണി വനദുർഗയോട് പ്രാർത്ഥിക്കുകയാണ്. കൃഷി ശമ്പളം കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എന്റെ മുന്നിലേക്ക് അയ്യപ്പൻ വരികയാണ്. ഇപ്പം എന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട്, നിന്റെ ഒത്തുതീർപ്പ് ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടും നീ ഇവിടുന്ന് പോകുന്നില്ലാലേ, ഈ ആ മുതലാളിയുടെ വാലാട്ടിപ്പട്ടിയല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷിന്റെ അടുത്തേക്ക് അയ്യപ്പൻ പോവുകയാണ്. പിന്നീട് കൃഷിയും അയ്യപ്പനും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുന്നുണ്ട്. അയ്യപ്പൻ എന്നിട്ട് വേഗം തന്നെ ഒരു കത്തിയെടുത്ത് കൃഷിനെ താനായി പോകുന്ന സമയത്ത് കൃഷി വേഗം അയ്യപ്പന്റെ കൈ പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വാസുകി വരുന്നുണ്ട്. വാസുകി വേഗം അയ്യപ്പന്റെ കയ്യിൽ നിന്നും ആ കത്തി വാങ്ങിച്ചുകൊണ്ട് നീ ഇപ്പോ ഇവിടെ നിന്ന് പോയെന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പനെ പറഞ്ഞു വിടുകയാണ്. പിന്നീട് വാസുകി കൃഷിനോട് പറയുന്നുണ്ട്, എന്റെ കുത്തുകൊണ്ട് ചാകണ്ടെങ്കിൽ വേഗം തന്നെ വീട് പിടിക്കാൻ നോക്ക്, അവന് ഭ്രാന്തിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ്, കേസ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, വേണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്ന് പറയുന്ന സമയത്ത് കൃഷി പറയുന്നുണ്ട്, എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇതിനൊരു പരിഹാരം കണ്ടിട്ടേ ഞാനിഞ്ഞ് ഇവിടെ നിന്ന് മടങ്ങുന്നുള്ളൂ, ഇതിനിടയിൽ കുത്തുകൊണ്ട് ചാകുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി ദേഷ്യം വന്നുകൊണ്ട് പോവാണ്. പിന്നീട് കൃഷി കൺമണിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. മണിയപ്പ കൃഷ്ണനോട് പറയുന്നുണ്ട്, ഇവിടെ ഈ വനദുർഗ ക്ഷേത്രത്തിൽ വാസുകിയും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഞാനും അവരെ കണ്ടിരുന്നു, അവരുടെ ഗ്യാങ്ങിൽ ഒരു അയ്യപ്പൻ എന്ന ആളുണ്ട്, എത്തുവെട്ടലാണ് അയാളുടെ ഹോബി, ചെറുതായിട്ട് ഒരു ഭ്രാന്തമുണ്ട്, അയാൾ എന്നെ കത്തിയുമായി കൊല്ലാനായി വന്നു എന്ന് പറയുമ്പോൾ കൺമണിയാക്ക് പേടിക്കുന്നുണ്ട്. ആണോ സാർ, എന്തേലും പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ഒന്നും പറ്റിയില്ല, അയാൾക്ക് ചെറുതായിട്ട് എന്തോ മെന്റൽ ഉണ്ട്, വാസുകിയാണ് അത് പറഞ്ഞതെന്ന് കൃഷി പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട്, ദരിദ്രം കൊണ്ടായിരിക്കും സാർ അവരുടെ മനസ്സ് വിട്ടുപോകുന്നതും ഭ്രാന്ത് വരുന്നതും, എനിക്കറിയാം കയ്യിൽ ക്യാഷ് ഇല്ലാതെ വരുന്നതിന്റെ അവസ്ഥ, ഞാനും അത് കുറെ അനുഭവിച്ചിട്ടുണ്ട്, ഈ സമരക്കാര് അത്രയും വലിയ ഗതികേടിലായിരിക്കും സാർ, പാവങ്ങളായിരിക്കും അവർ, നമ്മളിവിടെ വന്നത് അവർക്ക് വേണ്ടിയായിരിക്കും സാർ, സാറിനെ ഈ ജീവിതം പഠിപ്പിക്കുക എന്നതിനപ്പുറം അവർക്ക് ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും ദൈവം തീരുമാനിച്ചിരിക്കുന്നത്, നമുക്ക് പ്രാധാന്യം നമ്മുടെ പ്രണയം വിജയിക്കുകയോ കല്യാണം നടക്കുകയോ എന്നൊക്കെയാണ്, പക്ഷെ അവർക്ക് പ്രാധാന്യം അവരുടെ വിശപ്പാണ് സാർ, വിശപ്പിനോളം വരില്ല മറ്റൊന്നും എന്ന് പറയുന്ന സമയത്ത് കൃഷി പറയുന്നുണ്ട്, അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് ഇപ്പോൾ എന്റെ തീരുമാനവും, ഇവിടെ ഒരു സാധാരണ ജീവിതം ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് പല കാര്യങ്ങളും മനസ്സിലായത്, കുറച്ചു നേരമായിട്ട് ഞാൻ ആലോചിക്കുകയായിരുന്നു, കേണൽ സാറും തൊഴിലാളികളും തമ്മിൽ അവർക്ക് ഒരുപോലെ നേട്ടമുണ്ടാവുന്ന ഒരു ഒത്തുതീർപ്പിനെ കുറിച്ച്, എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം ഞാൻ നിന്നോട് പറയാം, അത് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്ന് നീ പറ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷി പറയുന്നുണ്ട്, ഈ ഫാക്ടറിയിൽ 100 ജീവനക്കാരുണ്ട്, ഒരാളുടെ ശമ്പളം എന്നത് 10,000 രൂപയാണ്, 100 പേർക്ക് കൂടി 10 ലക്ഷം രൂപ ശമ്പളം, ഇപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ പ്രൊഡക്ടിവിറ്റി കൂട്ടിയാൽ ഫാക്ടറിയുടെ അധിക വരുമാനം എന്ന് പറയുന്നത് ഒരു ദിവസം 1 ലക്ഷം രൂപ എന്ന് കൃഷി പറയുന്ന സമയത്ത് കൃഷിന്റെ ഈ ആശയം കേട്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് കൺമണി. കൃഷിന്റെ ഈ ആശയം നല്ലതാണെന്നും ഇതെന്തായാലും വർക്കൗട്ട് ചെയ്യുമെന്നും കൺമണിക്ക് ഉറപ്പാവുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.